9ാം ക്ലാസ്സിൽ ചാപ്റ്റർ 12 പ്രിസംസ് ആണ് നോക്കുന്നത്. അതിൽ പേജ് നമ്പർ 203 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 cm. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയയാണ്. പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബേസ് പെരിമീറ്റർ 12 തന്നിട്ടുണ്ട്. അപ്പോൾ തന്നത് ബേസ് പെരിമീറ്റർ, ഹൈറ്റ് 5 cm തന്നിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ആദ്യം നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ അറിയണം. ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് പെരിമീറ്റർ എത്രയാണ്? 12 അല്ലേ? 12 ഇൻറ്റു ഹൈറ്റ് 5, അപ്പോൾ 60 അല്ലേ? 60 cm² കിട്ടും. അതായത് ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ LSA നമുക്ക് 60 കിട്ടി. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് കേട്ടോ, ഉപരിതല പരപ്പളവ് എന്നാണ്. അപ്പോൾ അത് കാണാൻ ആദ്യം LSA പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്താണ് 2 ബേസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് 60, പിന്നെ ബേസ് ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻറ്റു 2 ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടി കൊടുക്കുക. ബേസ് ഏരിയ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ഏരിയ സമം √3/4 ആണ്. എ കണ്ടുപിടിക്കണം. ബേസ് പെരിമീറ്റർ തന്നാൽ നമ്മൾ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? ബേസ് പെരിമീറ്റർ 12/3 അല്ലേ, സമം 4. അതായത് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഇനി √3/4 ഇൻറ്റു 4 അല്ലേ, 4 അപ്പോൾ 4² √3/4 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16. 16ൽ എത്ര 4ആണ്? 4 പ്രാവശ്യം. അപ്പോൾ 4 ഇൻറ്റു √3 അഥവാ 4√3. അതായത് ബേസ് ഏരിയ 4√3 കിട്ടി. ഇനി 2 ബേസ് ഏരിയ, ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ TSA ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് സമം എന്താണ്? LSA പ്ലസ് 2 ബേസ് ഏരിയ. LSA എന്ന് പറഞ്ഞിട്ട് 60 പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ 4√3 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ബേസ് ഏരിയ 4√3. 4 ഇൻറ്റു 2 8 അപ്പോൾ 60 പ്ലസ് 4 ഇൻറ്റു 2 8, 8√3. അപ്പോൾ √3യുടെ വാല്യൂ എടുത്ത് 8 ഇൻറ്റു ചെയ്യാം. 60 പ്ലസ് 8 ഇൻറ്റു 1.73. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 8, 5, 1, 8, 8, 5, 13. അപ്പോൾ 84. 2 സ്ഥാനം നീക്കണം. 2, 13.84 എന്ന് കിട്ടും. ഇനി ഇതിലും കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. 60 പ്ലസ് 60 പ്ലസ് 13.84.
0.84 73.84 സെൻറ്റിമീറ്റർ സ്ക്വയർ cm സ്ക്വയർ കേട്ടോ. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിസം വിത്ത് റൈറ്റ് ട്രയാങ്കിൾ ആസ് ബേസ് ആർ ജോയിൻ ടു ഫോം എ റെക്ടാങ്കുലാർ പ്രിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ചിത്രങ്ങൾ കാണാൻ പറ്റും അതിൽ. അതായത് ഒരു രണ്ട് റൈറ്റ് ട്രയാങ്കുലാർ പ്രിസം ചേർത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു റെക്ടാങ്കുലാർ പ്രിസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റെക്ടാങ്കുലാർ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദ്യത്തിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ. LSA lateral surface area 2 plus 2 base area. ഇനി LSA കാണാൻ lateral surface area is equal to base perimeter into height. ഇനി ഇതിന് ബേസ് പെരിമീറ്റർ കാണാനല്ലേ ഇതിൻ്റെ, അതായത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ 2 × L+B ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം അല്ലേ? ബേസ് പെരിമീറ്ററിന് പകരം 2 × L+B ഇൻറ്റു ഹൈറ്റ്. ഇതിൽ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രെഡ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × L+B ഒക്കെ കൊടുക്കാം. 2 × 12 + 5 ഇൻറ്റു ഹൈറ്റ് 15 ആണ്. അപ്പോൾ ഇൻറ്റു 15. അപ്പോൾ 2 × 12 + 5 17 അല്ലേ? അപ്പോൾ 17 ഇൻറ്റു എന്താണ് 15. അപ്പോൾ ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 12 ഇൻറ്റു 2 × 17 ഇൻറ്റു 15 ചെയ്യുമ്പോൾ 510 എന്ന് കിട്ടും. 510 cm സ്ക്വയർ സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി നമുക്ക് LS അതായത് എന്ത് കിട്ടി? ബേസ് പെരിമീറ്റർ കിട്ടി ഇൻറ്റു ഹൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. LSA ആണ് ഇത്, ലാറ്ററൽ സർഫസ് ഏരിയ. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്ത് കാണണം? ബേസ് ഏരിയ കാണണം അല്ലേ? ബേസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് 12, ബ്രെഡ്ത്ത് 5. ഇത് 5 10 1 5 60. അപ്പോൾ നമുക്ക് ഏരിയ 60 cm സ്ക്വയറിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ബേസിൻ്റെ ഏരിയയാണ് 60 ഇൻറ്റു 2 ചെയ്യണമല്ലേ? അതായത് ടോട്ടൽ സർഫസ് ഏരിയ സമം എന്താ? LSA ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? TSA സമം ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടിയത് 510 പ്ലസ് 2 ബേസ് ഏരിയ 2 × 60 510 പ്ലസ് 6 2 12 120. എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 0 2 3 5 6 630 സ്ക്വയർ സെൻറ്റിമീറ്റർ. 630 ആണ് കേട്ടോ സ്ക്വയർ സെൻറ്റിമീറ്ററിന് വരും. നമുക്ക് ഇതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടാൽ മതി? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടിട്ട് ഇക്വേഷൻ